ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സുരക്ഷിതമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നൂതനാശയങ്ങൾ പരിപോഷിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. പൌരസൌഹൃദ സംരംഭങ്ങളിൽ മാധ്യമങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈപുണ്യ വികസനം, തൊഴിലവസരം എന്നിവ രാജ്യത്ത് ആവശ്യമാണെന്നും കേന്ദ്ര സർക്കാർ ഈ ദിശയിലാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി. പ്രാദേശിക ഭാഷകളിൽ നിയമം പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിയമത്തിന്റെ തത്വങ്ങൾ ലളിതമായി പൊതുജനങ്ങളോട് വിശദീകരിക്കാനാകണമെന്ന് ചീഫ് ജസ്റ്റിസ്. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് ജമ്മു കശ്മീർ പുനഃസംഘടനാ ചട്ടം 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭേദഗതി ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. യൂറോ കപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. സുരക്ഷിതമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നൂതനാശയങ്ങൾ പരിപോഷിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. നിക്ഷേപം ആകർഷിക്കാനും സുഗമമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും സുരക്ഷിതമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ആവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ആഗോള ഭീകരവിരുദ്ധ കൌൺസിൽ സംഘടിപ്പിച്ച 3ാമത് സൈബർ സുരക്ഷാ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ അവസരങ്ങളായി പരിവർത്തനം ചെയ്യണം. പുതിയ സാങ്കേതിക വിദ്യ സാമ്പത്തികം, ബിസിനസ്, വ്യക്തിഗത ഉൽപാദനക്ഷമത എന്നിവ മാത്രമല്ല, രാജ്യസുരക്ഷയ്ക്കും വലിയ സംഭാവന നൽകുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പൌരസൌഹൃദ സംരംഭങ്ങളിൽ മാധ്യമങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാതാവിനോടുള്ള ആദരസൂചകമായി മരം നട്ടുപിടിപ്പിക്കുന്ന ഏക് പേഡ് മാം കെ നാം സംരംഭം ഉദാഹരണമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആഗോളതലത്തിൽ പ്രശംസിക്കപ്പെട്ട ഈ പദ്ധതി ജനങ്ങളിൽ കൂടുതലായി എത്തിക്കാൻ മാധ്യമങ്ങൾക്കാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതത്തിനായുള്ള അടുത്ത 25 വർഷത്തെ യാത്രയിൽ ദിനപത്രങ്ങൾക്കും ആനുകാലികങ്ങൾക്കും പങ്കുവഹിക്കാനുണ്ടെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. മുംബൈയിൽ ഇന്ത്യൻ ദിനപത്ര സൊസൈറ്റി ടവർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിക്ക മാധ്യമങ്ങൾക്കും ഡിജിറ്റൽ പതിപ്പുണ്ട്. ഇവർ അന്താരാഷ്ട്ര ഭാഷകളിൽ ഇന്ത്യൻ കാഴ്ചപ്പാട് ലോകത്തെ അറിയിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളിൽ 8 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് തൊഴിലില്ലായ്മയെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചവരെ നിശബ്ദരാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈപുണ്യ വികസനം, തൊഴിലവസരം എന്നിവ രാജ്യത്ത് ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ ഈ ദിശയിലാണ് പ്രവർത്തിക്കുന്നത്. മുംബൈയിൽ ഗുരേഗാവിൽ 29,000 കോടിയുടെ റോഡ്, റെയിൽ, തുറമുഖ പദ്ധതികൾക്ക് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ നിക്ഷേപത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും രാജ്യത്തിന്റെ വളർച്ചയിലും താൽപര്യമില്ലാത്തവരാണ്. സുസ്ഥിരത, വളർച്ച എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. NDA സർക്കാർ 3ാം തവണ അധികാരത്തിൽ വന്നതിനെ ചെറുതും വലുതുമായ നിക്ഷേപകർ സ്വാഗതം ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയെ ലോകത്തെ വലിയ സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റുകയാണ് സ്വപ്നമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. പ്രാദേശിക ഭാഷകളിൽ നിയമം പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിയമത്തിന്റെ തത്വങ്ങൾ ലളിതമായി പൊതുജനങ്ങളോട് വിശദീകരിക്കാനായില്ലെങ്കിൽ നിയമരംഗത്തും നിയമവിദ്യാഭ്യാസത്തിലും എന്തോ കുറവുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഡോക്ടർ റാം മനോഹർ ലോഹ്യ ദേശീയ നിയമ സർവകലാശാലയുടെ ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ DY ചന്ദ്രചൂഡ്. മികച്ച ഭരണം നടത്തുന്നതിന് നിയമം ആവശ്യമാണെന്ന് ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് ജമ്മു കശ്മീർ പുനഃസംഘടനാ ചട്ടം 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭേദഗതി ചെയ്തു. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന ദിവസം മുതൽ നിയമം പ്രാബല്യത്തിലാകും. ഉദ്യോഗസ്ഥർ, പോലീസ്, ജഡ്ജിമാർ തുടങ്ങിയവരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവയിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം ഇതിലൂടെ കൈവരും. നേരത്തെ ജമ്മു കശ്മീർ ധനവകുപ്പിന്റെ അനുമതിക്ക് ശേഷമേ ഇത്തരം കാര്യങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് മുന്നിൽ എത്തിയിരുന്നുള്ളൂ. ജമ്മുവിലെ കത്വയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ 25ഓളം അനധികൃത ക്രഷറുകൾ കണ്ടെത്തി നടപടിയെടുത്തതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കത്വയിൽ സംഘടിപ്പിച്ച പൊതു ദർബാറിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന 12ഓളം മറ്റ് ക്രഷറുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെയും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകില്ലെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ സർക്കാരിന്റെ നടപടികൾ പരാമർശിച്ച കേന്ദ്രമന്ത്രി ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. യൂറോ കപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 12:30 ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു രാജ്യങ്ങളും തമ്മിൽ രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റുമുട്ടിയത് 27 തവണയാണ്. ഇതിൽ 14 തവണയും വിജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 4ാം കിരീടത്തിനായി സ്പെയിൻ. മോഹക്കപ്പിൽ ഇതാദ്യമായി മുത്തമിടാൻ ഇംഗ്ലണ്ട്. രണ്ടും കൽപ്പിച്ചുള്ള തീപാറും പോരാട്ടത്തിനായി തങ്ങളുടെ ഇഷ്ട ടീമുകൾ ബൂട്ട്സിന്റെ ചരട് മുറുക്കുമ്പോൾ ആരാധകർ ആവേശ കൊടുമുടിയേറും. യൂറോ കപ്പിലെ ഫുട്ബോൾ പവർ ഹൗസുകൾ കൊമ്പുകോർത്ത മത്സരങ്ങൾ ആധികാരികമായി ജയിച്ച് കയറിയവരാണ് സ്പാനിഷ് ഇംഗ്ലീഷ് സ്ക്വാഡുകൾ. സെമിഫൈനലിൽ ഒലിവ് വാറ്റ്കിൻസിന്റെ 90ാം മിനിറ്റ് ഗോളിൽ പൊരുതിക്കളിച്ച ഡച്ച് പടയെ വീഴ്ത്തിയാണ് ഇംഗ്ലണ്ടിന്റെ വരവ്. കൗമാരതാരം ലെമീൻ യമാൽ നേടിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഗോളിന്റെ മികവിൽ കിലിയൻ എംപാപ്പയുടെ ഫ്രാൻസിനെ മറികടന്നാണ് സ്പാനിഷ് കുതിപ്പ്. സ്പെയിൻ ഇംഗ്ലീഷ് പോരാട്ടം തുല്യ ശക്തികൾ തമ്മിലുള്ള ബലപരീക്ഷണമാകുമ്പോഴും യൂറോപ്യൻ ഫുട്ബോളിലെ നവതരംഗമായി മാറുകയാണ് സ്പെയിനിന്റെ യുവനിര. പ്രൊഫഷണലിസത്തിന്റെ അവസാന വാക്കായ ഇംഗ്ലീഷ് ടീമിന്റെ കരുത്തും വേഗവും തന്നെയാണ് സ്വപ്ന സമാനമായ വിജയങ്ങൾ അവർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കോപ്പ അമേരിക്ക ഫൈനലിൽ നാളെ അർജന്റീന കൊളംബിയയെ നേരിടും. പുലർച്ചെ 5:30 മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. കോപ്പയിൽ 16 തവണ ജേതാക്കളാവുകയെന്ന റെക്കോർഡാണ് അർജന്റീന ലക്ഷ്യമിടുന്നത്. കൊളംബിയ ഒരു തവണ മാത്രമാണ് ഇതുവരെ കപ്പ് നേടിയിട്ടുള്ളത്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരം ബാർബറ ക്രെജിക്കോവ ചാമ്പ്യനായി. ഫൈനലിൽ ഇറ്റലിയുടെ ജാസ്മിൻ പവോലിനിയെ 6-2, 2-6, 6-4 കീഴടക്കിയാണ് താരം കരിയറിലെ തന്റെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കുന്നത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും സെർബിയൻ താരം നൊവോക് ജോക്കോവിച്ചും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 മത്സരം. ഹരാരിയിൽ നടന്ന 4ാം T20യിൽ ഇന്ത്യ 10 വിക്കറ്റിന് സിംബാബ്വെയെ തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റിന് 152 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 15.2 ഓവറിൽ ലക്ഷ്യം മറികടന്നു. യശസ്വി ജയ്സ്വാൾ 93 റൺസ് എടുത്ത് കളിയിലെ താരമായി. ജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 3-1 മുന്നിലെത്തി. അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരെ സ്പോർട്സ് ക്ലബിൽ നടക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പാലക്കാട്, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാഗാലാൻഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്രയിലെ മലയോര മേഖല എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കർണാടക തീരത്തും ദക്ഷിണ കർണാടകയിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെലങ്കാന, മറാഠ്വാഡ, വിദർഭ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മധ്യപ്രദേശിലെ 55 ജില്ലകളിലെ പ്രൈം മിനിസ്റ്റർ കോളേജ് ഓഫ് എക്സലൻസ് ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അമിത്ഷാ നിർവഹിക്കും. ഇൻഡോറിലെ അടൽ ബിഹാരി വാജ്പേയി ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജിലാണ് പരിപാടി. ഏക് പേഡ് മാ കെ നാം പ്രചാരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. പ്രചാരണ പരിപാടിയുടെ ഭാഗമായി 11 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ നടുന്ന പരിപാടിയും ഇൻഡോറിൽ ഇന്ന് നടക്കും. ഭക്ഷ്യ അനുബന്ധ മേഖലകളിലെ കമ്പനികളുമായി കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ചിരാഗ് പാസ്വാൻ ചർച്ച നടത്തി. കമ്പനികളുടെ ഭാവി പരിപാടികൾ സംബന്ധിച്ച് ആശയവിനിമയം നടന്നു. വേൾഡ് ഫുഡ് ഇന്ത്യ 2024 സെപ്റ്റംബർ 19 മുതൽ 22 വരെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ചും ചർച്ച നടന്നു. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ വിപുലമായ അവസരങ്ങളെക്കുറിച്ച് മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 20-21 തീയതികളിൽ ആഗോള ഭക്ഷ്യ നിയന്ത്രണ സംവിധാനങ്ങളുടെ യോഗവും ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റി സംഘടിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ ഫിഷറി സഹമന്ത്രി ജോർജ് കുര്യൻ ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. രാവിലെ മാറാട് സന്ദർശിക്കുന്ന അദ്ദേഹം തുടർന്ന് BJP ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണ യോഗത്തിൽ സംബന്ധിക്കും. വൈകിട്ട് പുതിയാപ്പയിൽ നടക്കുന്ന മത്സ്യപ്രവർത്തക സംഗമത്തിലും ജന്മഭൂമി ദിനപത്രത്തിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫയർ സൈഡ് ചാറ്റ് വിത്ത് ശ്രീ ജോർജ് കുര്യൻ പരിപാടിയിലും സംബന്ധിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സുരക്ഷിതമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നൂതനാശയങ്ങൾ പരിപോഷിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. പൌരസൌഹൃദ സംരംഭങ്ങളിൽ മാധ്യമങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈപുണ്യ വികസനം, തൊഴിലവസരം എന്നിവ രാജ്യത്ത് ആവശ്യമാണെന്നും കേന്ദ്ര സർക്കാർ ഈ ദിശയിലാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി.
പ്രാദേശിക ഭാഷകളിൽ നിയമം പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിയമത്തിന്റെ തത്വങ്ങൾ ലളിതമായി പൊതുജനങ്ങളോട് വിശദീകരിക്കാനാകണമെന്ന് ചീഫ് ജസ്റ്റിസ്. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് ജമ്മു കശ്മീർ പുനഃസംഘടനാ ചട്ടം 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭേദഗതി ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. യൂറോ കപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.